സഹോദരങ്ങളെ, ആരുടെ ബുദ്ധിയിലാണ് ഞായറാഴ്ച അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ആരാകും എന്നത് ഞായറാഴ്ച അതിനെ വിളംബരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഒരു നല്ല തീരുമാനമാണ്. എന്തുകൊണ്ടെന്നാൽ അല്ലാത്ത ദിവസമാണ് ഈ ഒരു വിളംബരം വരുന്നതെങ്കിൽ അണികൾക്ക് റോട്ടിലിറങ്ങി പരസ്പരം ഏറ്റുമുട്ടുന്ന സമയത്ത് ബസ് വാഹന ഗതാഗതം തടസ്സപ്പെടും. ആളുകൾക്ക് സമയത്തിന് ഓഫീസുകളിലെത്താൻ കഴിയില്ല, വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ കഴിയുകയില്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അണികൾ സമാധാനപരമായി റോട്ടിൽ ഇറങ്ങി മുട്ടട്ടെ, ഞായറാഴ്ചയാണ്, പ്രശ്നമൊന്നുമില്ല എന്നതുകൊണ്ട് ഞായറാഴ്ച ഈ റിസൾട്ട് വിളംബരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിനെ നമുക്ക് അഭിനന്ദിക്കാം. രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി കടിപിടി കൂടുന്ന ഈ 3 പേർക്കും ആയിരക്കണക്കിന് ഫോളോവേഴ്സ് അവർക്കുള്ളതാണ്. അപ്പോൾ ഇത്രയധികം അണികളുള്ള ഈ മഹാരഥന്മാരായിട്ടുള്ള നമ്മുടെ ഈ രാഷ്ട്രീയ അധികാരന്മാരെ അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ സംസാരിക്കുന്നത്, അതുകൊണ്ട് അവരുടെ അണികൾക്ക് അവരുടെ വികാരം വ്രണപ്പെട്ടെങ്കിലോ എന്ന് കണക്കാക്കി ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി പാകിസ്ഥാനിൽ സംഭവിച്ചിട്ടുള്ള ഇതുപോലുള്ളൊരു സിനാരിയോയെ കുറിച്ചിട്ട് നമുക്ക് പറയാം. പാകിസ്ഥാനിലെ ഈ 3 പേരും അവർ എങ്ങനെയാണ് അധികാരത്തിൽ കയറാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്നാമൻ അദ്ദേഹം തന്റെ PR കമ്പനിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്ത് പറയണം, എന്ത് പറയേണ്ട, എപ്പോൾ പറയണം, എപ്പോൾ പറയേണ്ട എന്നുള്ളതൊക്കെ ഇയാളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് PR കമ്പനിയാണ്. ആ PR കമ്പനി ഇദ്ദേഹത്തോട് പറയുകയുണ്ടായി, നോക്കൂ സഹോദര, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ അണികളെയൊക്കെ വിളിച്ചു നിങ്ങളുടെ നാട്ടിൽ ആളുകളെയൊക്കെ പുറത്തിറക്കൂ, റോട്ടിലിറക്കൂ, അവരെ കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കൂ എന്നാണ് PR കമ്പനി പറഞ്ഞു കൊടുത്തത്. അതേ PR കമ്പനി തന്നെ ഈ ഒന്നാമനോട് പറയുകയാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ പ്രിന്റ് വിഷ്വൽ മീഡിയകളുടെ മുമ്പിൽ വന്നുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ റോഡിലിറങ്ങരുത്, നിങ്ങൾ ഫ്ലെക്സ് ഉണ്ടാക്കരുത്, നിങ്ങൾ സംയമനം പാലിക്കണം എന്നൊക്കെ ഉച്ചത്തിൽ സംസാരിക്കാൻ വേണ്ടി PR കമ്പനി പഠിപ്പിച്ചു കൊടുത്തു. അതേ രീതിയിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ പ്രിന്റ് വിഷ്വൽ മീഡിയയിലൊക്കെ വന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ പിന്നിൽ കൂടെ ജനങ്ങളെ റോഡിൽ ഇറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമനെ സംബന്ധിച്ചിടത്തോളം ജനം മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെയാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രണ്ടാമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സകല MLA-മാരുടെയും കണ്ണിലുണ്ണിയാണ്. ഇവരുടെ ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് 90% MLA-മാരും എന്റെ കൂടെയാണ്, ബാക്കിയുള്ളവരൊക്കെ വളരെ കുറച്ച് മാത്രമേ പുറത്തുള്ളവരുള്ളൂ. അപ്പം ഞാൻ ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ MLA-മാരുടെ സപ്പോർട്ടുകളൊക്കെ വളരെയധികം എനിക്കുണ്ടാകും, ഒരു സ്റ്റേബിൾ ഗവൺമെന്റിനെ കൊണ്ടു നടക്കാൻ എനിക്ക് കഴിയും എന്നുള്ളതായിരുന്നു രണ്ടാമന്റെ വെല്ലുവിളി. മൂന്നാമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്റെ പിന്നിൽ എനിക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്, എനിക്ക് ഒരുപാട് അനുഭവ സമ്പത്തുകളുണ്ട്. ആ അനുഭവ സമ്പത്തുകളുടെ വെളിച്ചത്തിൽ എനിക്ക് വളരെ സ്റ്റേബിളായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു ഗവൺമെന്റിനെ, ഒരു ഭരണത്തെ കാഴ്ചവെക്കാൻ എനിക്ക് കഴിയും എന്നുള്ളതായിരുന്നു മൂന്നാമന്റെ വാദം. അങ്ങനെ ഈ 3 രാഷ്ട്രീയ അധികായന്മാർ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ വെച്ച് അവരുടെ നേട്ടങ്ങളെക്കുറിച്ചിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹൈക്കമാൻഡിനകത്ത് തന്നെ ഉന്നതങ്ങളിലിരിക്കുന്ന 2 പേർ പരസ്പരം രഹസ്യമായി ചോദിക്കുകയുണ്ടായി, ഈ 3 പേർക്കും അവരവരുടേതായ നേട്ടങ്ങൾ അവർ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചല്ലോ, നമ്മൾ ഇതിൽ നിന്ന് ആരെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി മറ്റേ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി രഹസ്യമായിട്ട്, वो दो जगड़ने वाला दोनों को जगड़ने दो, हम ऐसे करेंगे, वो तीसरा वाला है ना, उसको पकड़ के हम चीफ मिनिस्टर बनाएंगे. अगर ऐसा चीफ मिनिस्टर बनाएंगे तो ये जो हुकूमत है, गवर्नमेंट है, आराम से चलेगा. जगड़ने वालों में से किसी को पकड़ के हम अगर चीफ मिनिस्टर बनाएंगे और जिनको जो चीफ मिनिस्टर नहीं हो सका उनका जो लोग है वो प्रॉब्लम्स बनाते ही रहेंगे 5 साल तक. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമനെ പിടിച്ചിട്ട് ചീഫ് മിനിസ്റ്റർ ആക്കുക. തല്ലുകൂടുന്നവർ തല്ലുകൂടിക്കൊണ്ടിരിക്കട്ടെ, 5 കൊല്ലം അവർ തല്ലുകൂടട്ടെ. ഈ തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നവരിൽ ഒരാളെ പിടിച്ച് നമ്മൾ ചീഫ് മിനിസ്റ്റർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ചീഫ് മിനിസ്റ്റർ ആകാൻ പറ്റാത്തവന്റെ അണികൾ അത് 5 കൊല്ലം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തവനെ പിടിച്ചിട്ട് ചീഫ് മിനിസ്റ്റർ ആക്കുക എന്നാണ് ആ ഉന്നതങ്ങളിൽ ഉന്നതരായിട്ടുള്ള 2 പേര് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുണ്ടായിരുന്ന തീരുമാനം. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിന് നമ്മൾ പോകുന്നതിന് പകരം നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ നടത്താം. ആ ടെസ്റ്റുകൾ നടത്തിയിട്ട് ഇതിൽ ആര് വിജയിക്കും,
എന്ന് നമുക്ക് കണ്ടുപിടിച്ചതിന് ശേഷം അവരെ നമുക്ക് ചീഫ് മിനിസ്റ്റർ ആക്കാം എന്ന് ഈ ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലെത്തി. അതിനു വേണ്ടിയിട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ആദ്യം ഒരു നറുക്കെടുപ്പ്, പിന്നെ 2 കസാരക്കളി. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ വേണ്ടതെന്ന് നമുക്ക് അപ്പോൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞിട്ടുള്ള 3 പേരെയും രംഗത്ത് കൊണ്ടുവരികയാണ്. രംഗത്ത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ആദ്യം നറുക്കെടുക്കുന്നു. നറുക്കെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൽ നറുക്ക് വീണത് മൂന്നാമത്തെ ആൾ. അദ്ദേഹം ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു ശാന്ത സ്വഭാവക്കാരനാണ്. അദ്ദേഹത്തിനാണ് നറുക്ക് വീഴുന്നത്. രണ്ടാമതായിട്ടുള്ള ടെസ്റ്റ് എന്തെന്നാൽ ഒരു കസാര ഒരു ഗ്രൗണ്ടിൽ വെക്കുക, എന്നിട്ട് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുക, ഈ 3 പേരോടും ഓടാൻ പറയുക, മ്യൂസിക് നിൽക്കുമ്പോൾ ഇരിക്കുക. ആർ അവിടെ ഇരിക്കുന്നുവോ അവരാണ് വിജയി. അങ്ങനെ മ്യൂസിക് ഇട്ടു, ഓടി, മ്യൂസിക് സ്റ്റോപ്പായി, ഒരാൾ വന്നിരുന്നു. ആ ഇരുന്ന ആളാണ് രണ്ടാമത്തവൻ പറയുന്നത് എനിക്കൊരുപാട് MLA ഉണ്ട്, ഞാൻ നന്നായിട്ട് ഭരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അവിടെ വിജയിച്ചു. മൂന്നാമതായിട്ടുള്ള ടെസ്റ്റ് എന്തെന്നാൽ ഒരു കസേര ഏകദേശം 500 മീറ്റർ ദൂരെ കൊണ്ടുപോയി ഒരു കസേര വെക്കുന്നു. എന്നിട്ട് 3 പേരെ 500 മീറ്റർ ദൂരെ മാറ്റി നിർത്തുന്നു. എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള 3 വ്യക്തികളോടും മുകളിലേക്ക് ഒരു ഫയറിംഗ് നടക്കുമ്പോൾ, ഒരു വെടിവെക്കുമ്പോൾ നിങ്ങൾ ഓടണം. ഓടി ആദ്യം കസേരയിൽ ആരിയിരിക്കുന്നുവോ അവരാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തവൻ അവിടെ ഓടിയെത്തി. കാരണം അദ്ദേഹം പ്രായത്തിൽ കുറച്ച് പ്രായം കുറഞ്ഞ വ്യക്തിയാണ്, തന്നെയുമല്ല കുറച്ച് എനർജറ്റിക് ആണ്. അദ്ദേഹം അവിടെ വിജയിച്ചു. അപ്പോൾ സംഭവം എന്തുണ്ടായി? 3 ടെസ്റ്റിലും 3 പേരും വിജയിച്ചു. ഇപ്പോൾ ഇനി ആരെയാണ് ചീഫ് മിനിസ്റ്റർ ആക്കുക? അപ്പോൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലെത്തി, നമുക്കൊരു കാര്യം ചെയ്യാം, 5 വർഷം 3 പേർക്കും ഭാഗിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആദ്യം ചീഫ് മിനിസ്റ്റർ ആവുന്നവർക്ക് 1 വർഷമേ കിട്ടുള്ളൂ, പിന്നീട് വരുന്ന ആൾക്ക് 2 വർഷം, അതിനുശേഷം വരുന്ന ആൾക്ക് 2 വർഷം. അങ്ങനെയാണ് ഈ 5 വർഷം ഭാഗിച്ചു കൊടുക്കുന്നത്. ഭാഗിച്ചു കൊടുത്തതിൽ ഞാൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ മന്ത്രിസഭ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അദ്ദേഹം 1 വർഷം ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹം ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നത് 3 പ്രതിപക്ഷങ്ങളെയാണ്. ഒന്ന് ഒരു ഒറിജിനൽ പ്രതിപക്ഷം അവിടെയുള്ളത്, രണ്ടാമത്തേത് മുഖ്യമന്ത്രിയാകാൻ പറ്റാത്ത 2 പേര്, 2 പ്രതിപക്ഷം. അങ്ങനെ ഈ 2-3 പ്രതിപക്ഷങ്ങളും കൂടി ഇദ്ദേഹത്തെ ഭരിക്കാൻ അനുവദിക്കാതെ ഇദ്ദേഹത്തിന്റെ കുറവുകളും കുറ്റങ്ങളും ഇങ്ങനെ നികത്തിക്കൊണ്ടിരുന്നു. പണ്ടെങ്ങോ എന്തൊക്കെയോ പറഞ്ഞു, 10 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ വഖഫ് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അദ്ദേഹത്തിനെ ഭരിക്കാൻ സമ്മതിക്കാതെ, അദ്ദേഹത്തെ ജീവിക്കാൻ തന്നെ സമ്മതിക്കാതെ അവസാനം അദ്ദേഹത്തെ പുകച്ച് പുറത്ത് ചാടിച്ചു. ഏകദേശം 8 മാസം കഴിഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു, എനിക്ക് മതി, ഞാൻ വനവാസത്തിന് പോവുകയാണ്. മേ ജംഗൽ മേ ജാ രഹാ ഹൂം, ജംഗൽ കാ ജിന്ദഗി ജോ ഹേ ഷഹർ കാ ജിന്ദഗി സെ ബെഹത്തർ ഹേ, വഹാ സുകൂൻ ഹേ, ഇത്മിനാൻ ഹേ, മേ ജാ രഹാ ഹൂം ജംഗൽ മേ എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് വനവാസത്തിന് പോയി. അത് കഴിഞ്ഞ് അടുത്ത ആൾ വന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള 2 പ്രതിപക്ഷങ്ങളും കൂടി ഇതേ ടാക്ടിക്സ് തന്നെയാണ് അവിടെ ഇദ്ദേഹത്തോടും ചെയ്തത്. അദ്ദേഹത്തെയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പുകച്ച് പുറത്ത് ചാടിച്ചു. മൂന്നാമത്തവൻ വന്നു, അയാളെയും പുകച്ച് പുറത്ത് ചാടിച്ചു. അങ്ങനെ അവസാനം പുതിയൊരു മന്ത്രിസഭയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ഇലക്ഷന് വേണ്ടിയിട്ട്, ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അവരവിടെ ആഹ്വാനം ചെയ്യുകയുണ്ടായി. അങ്ങനെ ആ നാട് വീണ്ടും ഇലക്ഷന് പോവുകയുണ്ടായി. ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഇതും തദൈവ പഴയ പോലെ തന്നെ. അങ്ങനെ ഈ ഹാങ് മന്ത്രിസഭയാണ് അവിടെ കാര്യങ്ങൾ അന്നും ഇന്നും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പാകിസ്ഥാനിലെ മാത്രമല്ല, നമ്മുടെ നാട്ടിലെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ ഇത് അനൗൺസ് ചെയ്തതിന് ശേഷം ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി കസേരയിൽ വന്നതിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പഴി എന്തെന്നാൽ, ഇവിടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം ഇതാ മുഖ്യമന്ത്രി ആയതിന്റെ കെയർ ഓഫിൽ തന്നെ ജനങ്ങളും അണികളും റോഡിലിറങ്ങി അവർ മുട്ടാൻ തുടങ്ങി. ഇത്തരത്തിൽ ഭീകര രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ ഭരണത്തിന്റെ തുടക്കമുണ്ടാവുക. അതും മാത്രമല്ല, ഈ ആരൊക്കെയാണോ മന്ത്രി ആയിട്ടുള്ളത്, ആരൊക്കെയാണോ മന്ത്രി ആകാൻ പറ്റാതിരുന്നത്, അവരുടെ എല്ലാം കുത്തിത്തിരിപ്പുകളുടെ പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടി നമ്മുടെ ഈ ഭരണം മുൻപോട്ട് പോകുമ്പോൾ നമ്മൾക്ക് സാധാരണക്കാർക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ തർക്കങ്ങൾക്കും ഈ വിഘ്നങ്ങൾക്കും ഈ പ്രശ്നങ്ങൾക്കും ഒക്കെ നമുക്ക് വെറുതെ സാക്ഷിയാവുക, നമുക്കൊരു ഗാലറിയിൽ ഇരുന്ന് കളി കാണുക, ഇത്ര മാത്രമേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ പോകുന്നുള്ളൂ. അല്ലാതെ നാടിനെ നന്നാക്കാനോ വികസിക്കാനോ ഉള്ള വിഷയങ്ങൾ വളരെ പ്രയാസമാണ്. എല്ലാവരും ചിന്തിക്കുന്നത് നാടിന്റെ വികസനമാണെന്നുണ്ടെങ്കിലും രാഷ്ട്രീയക്കാരും നേതാക്കളും ഒക്കെ ചിന്തിക്കുന്നത് അവരുടെ പോക്കറ്റിന്റെ, അവരുടെ കീശയുടെ വികസനമാണ്. അപ്പോൾ അവർ വികസിക്കുന്തോറും വികസിക്കട്ടെ എന്ന് നമുക്ക് ആശിച്ചുകൊണ്ട് എൻ്റെ ഈ സംസാരം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.